Sets. Exercise 1.3. First question. Make correct statement by filling in the symbol subset or not subset in the blank spaces. അതായത് സബ്സെറ്റ് ആണോ അല്ലയോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അതനുസരിച്ച് നമ്മൾ ഈ ബ്ലാങ്ക് സ്പേസിൽ ഫില്ല് ചെയ്യണം. നമുക്കറിയാം, ഒരു സെറ്റ് മറ്റൊരു സെറ്റിൻ്റെ സബ്സെറ്റ് ആകുന്നത് ആദ്യം തന്നിരിക്കുന്ന സെറ്റിലെ എല്ലാ എലമെൻസും മറ്റേ സെറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സെറ്റ് മറ്റൊരു സെറ്റിൻ്റെ സബ്സെറ്റ് ആവുകയുള്ളൂ. നമുക്ക് ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കാം. സെറ്റ് ഓഫ് 2, 3, 4 ഡാഷ് സെറ്റ് ഓഫ് 1, 2, 3, 4. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? സബ്സെറ്റ് ആണല്ലേ. കാരണം എന്താണ്? സെറ്റ് ഓഫ് 2, 3, 4 സബ്സെറ്റ് ഓഫ് സെറ്റ് ഓഫ് 1, 2, 3, 4 ആണ്. കാരണം 2, 3, 4 എന്ന് പറയുന്ന എലമെൻറ്റ്സ് എല്ലാം രണ്ടാമത്തെ സെറ്റിൻ്റെയും എലമെൻറ്റ്സ് ആണ്. അതായത് 2, 3, 4 is belongs to set of 1, 2, 3, 4. അതുകൊണ്ട് തന്നെ സെറ്റ് ഓഫ് 2, 3, 4 സബ്സെറ്റ് ഓഫ് സെറ്റ് ഓഫ് 1, 2, 3, 4 ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സെറ്റ് ഓഫ് എ ബി സി ഡാഷ് സെറ്റ് ഓഫ് ബി സി ഡി. ഇവിടെ നോക്കിയേ, എ എന്ന് പറയുന്ന എലമെൻറ്റ് ബി സി ഡിയിൽ ഇല്ല. ബാക്കി രണ്ട് എലമെൻറ്റ്സും ബിയും സിയും സെറ്റ് ഓഫ് ബി സി ഡിയുടെ എലമെൻറ്റ്സ് ആണ്. എ എന്ന് പറയുന്ന എലമെൻറ്റ് സെറ്റ് ഓഫ് ബി സി ഡിയിലില്ല. അതുകൊണ്ട് തന്നെ സെറ്റ് ഓഫ് എ ബി സി നോട്ട് സബ്സെറ്റ് ഓഫ് സെറ്റ് ഓഫ് ബി സി ഡി ആണ്. ഇനി മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ, X such that X is a student of class +1 of your school dash X such that X is a student of your school. അതായത് ആദ്യത്തെ സെറ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കൂളിലെ +1 പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. രണ്ടാമത്തെ സെറ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ് ഈസ് എ സ്റ്റുഡൻറ്റ് ഓഫ് യുവർ സ്കൂൾ. എക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കൂളിലെ ഒരു സ്റ്റുഡൻ്റാണ്. ആദ്യം പറഞ്ഞു +1 നിങ്ങളുടെ സ്കൂളിൽ +1ലെ ഒരു സ്റ്റുഡൻ്റാണ് എക്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സെറ്റിൽ പറഞ്ഞു എക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കൂളിലെ ഒരു സ്റ്റുഡൻ്റാണ്. രണ്ട് സെറ്റും സെയിം ആണല്ലേ. അവിടെ പ്രത്യേകം ഒരു ക്ലാസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്കൂളിലെ ഒരു സബ്സെറ്റായിട്ട്, അതായത് മൊത്തം സ്കൂളിലെ സ്റ്റുഡൻറ്റിനെ എടുക്കുമ്പോൾ +1 ക്ലാസ്സിലെ ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് ഈ ഹോൾ സെറ്റിൻ്റെ ഒരു ചെറിയ സബ്സെറ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് പറയാം, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ സ്റ്റുഡൻറ്റ് ഓഫ് ക്ലാസ് +1 ഓഫ് യുവർ സ്കൂൾ ഈസ് സബ്സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ സ്റ്റുഡൻറ്റ് ഓഫ് യുവർ സ്കൂൾ. സ്റ്റുഡൻറ്റ് ഓഫ് ക്ലാസ് +1 ബിലോങ്സ് ടു ദ സെറ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ ദ സ്കൂൾ. അതായത് +1 ക്ലാസ്സിലെ ഒരു സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് മൊത്തം സ്കൂളിലെ സ്റ്റുഡൻസ് എന്ന് പറയുന്ന സെറ്റിൽ ബിലോങ്സ് ചെയ്യും. നാലാമത്തെ സബ് ക്വസ്റ്റ്യൻ, സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ സർക്കിൾ ഇൻ ദ പ്ലെയിൻ ഡാഷ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ സർക്കിൾ ഇൻ ദ സെയിം പ്ലെയിൻ വിത്ത് റേഡിയസ് 1 യൂണിറ്റ്. അതായത് നോക്കിയേ, ആദ്യത്തെ സെറ്റിൽ പറഞ്ഞിരിക്കുന്നത് എക്സ് ഒരു സർക്കിളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ സെറ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ സർക്കിൾ ഇൻ ദ സെയിം പ്ലെയിൻ. അതായത് ആദ്യത്തെ സർക്കിൾ ഉൾക്കൊള്ളുന്ന പ്ലെയിനിൽ തന്നെ സർക്കിൾസാണ് രണ്ടാമത്തെ സെറ്റിലും ഉള്ളത്. പക്ഷേ ഈ സെറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഈ സെറ്റിലെ സർക്കിൾസിൻ്റെ റേഡിയസ് 1 യൂണിറ്റ് ആണ്. ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ആദ്യത്തെ സർക്കിൾ എന്ന് പറയുന്നത് പ്രത്യേകം റേഡിയസ് ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. പക്ഷേ ആ സെറ്റിലെ തന്നെയുള്ള, അതായത് ആ സെറ്റിലെ അല്ല, ആ പ്ലെയിനിൽ തന്നെയുള്ള വേറെ ഒരു സെറ്റ്, പക്ഷേ ആ സർക്കിൾസിൻ്റെ തന്നെയാണ്. ആ സർക്കിൾസിൻ്റെ പ്രത്യേകത എന്താണ്? അവരുടെ യൂണിറ്റ് റേഡിയസ് 1 ആണ്. അപ്പോൾ ഒരു പ്ലെയിനിൽ തന്നെയുള്ള റേഡിയസ് 1 യൂണിറ്റ് ആയിട്ടുള്ള ഒരു സർക്കിളിനെ മൊത്തവും ഒരു സെറ്റാക്കി മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള സർക്കിൾസ്, അതായത് റേഡിയസ് 1 യൂണിറ്റ് അല്ലാത്ത സർക്കിൾസിനെ എല്ലാം മറ്റൊരു സെറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ രണ്ട് സർക്കിൾസും എന്താണ്? ഒരു പ്ലെയിനിൽ ഉള്ളത് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? ആദ്യത്തെ ഈ സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ സർക്കിൾ ഇൻ ദ പ്ലെയിൻ നോട്ട് സബ്സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ സർക്കിൾ ഇൻ ദ സെയിം പ്ലെയിൻ വിത്ത് റേഡിയസ് 1 യൂണിറ്റ് ആയിരിക്കും. കാരണം നോട്ട് സബ്സെറ്റ് ആയിരിക്കും. കാരണം എന്താണ്? ഈ സർക്കിൾസിൻ്റെ റേഡിയസ് 1 യൂണിറ്റ് അല്ല. 1-നേക്കാളും കുറവായിരിക്കാം, അല്ലെങ്കിൽ 1-നേക്കാളും കൂടുതലായിരിക്കാം. പക്ഷെ ഒരിക്കലും ഈ സർക്കിൾസിൻ്റെ റേഡിയസ് 1 യൂണിറ്റ് അല്ല. അതുകൊണ്ട് തന്നെ എന്താണ്? ഇത് നോട്ട് സബ്സെറ്റ് ആണ്.
ഇവർ രണ്ടുപേരും ഒരു സെയിം പ്ലെയിനിലുള്ളതാണെങ്കിൽ പോലും രണ്ടാമത്തെ സെറ്റിൽ ആര് മാത്രമേ ഉള്ളൂ, ആ സെയിം പ്ലെയിനിലെ റേഡിയസ് 1 യൂണിറ്റ് ആയിട്ടുള്ള എല്ലാ സർക്കിൾസിനെയും കൂട്ടി ചേർത്താണ് സെറ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സെറ്റിൽ ഒരു എലമെൻറ്റ് പോലും എന്തില്ല, റേഡിയസ് 1 യൂണിറ്റ് ആയിട്ടുള്ളത് ഇല്ല. അതുകൊണ്ട് തന്നെ നോട്ട് സബ്സെറ്റ് ആയിരിക്കും ഇതിൻ്റെ ഉത്തരം. സർക്കിൾസ് ഇൻ ദ പ്ലെയിൻ ഡസ് നോട്ട് ഹാവ് റേഡിയസ് 1 യൂണിറ്റ് നോട്ട് ബിലോങ്സ് ടു ദ സർക്കിൾസ് ഇൻ ദ സെയിം പ്ലെയിൻ വിത്ത് റേഡിയസ് 1 യൂണിറ്റ്. അതായത് റേഡിയസ് 1 യൂണിറ്റ് അല്ലാത്ത ഈ സർക്കിൾസ് ഒരിക്കലും റേഡിയസ് 1 യൂണിറ്റ് ആയിട്ടുള്ള സർക്കിൾസിൻ്റെ സബ്സെറ്റ് ആവുകയില്ല. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, സബ് ക്വസ്റ്റ്യൻ. സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ട്രയാങ്കിൾ ഇൻ എ പ്ലെയിൻ ഡാഷ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ റെക്റ്റാങ്കിൾ ഇൻ ദ പ്ലെയിൻ. നോക്കിയേ, നമുക്കറിയാം ഒരിക്കലും സെറ്റ് ഓഫ് റെക്റ്റാങ്കിൾസ് സെറ്റ് ഓഫ് റെക്റ്റാങ്കിൾസിൻ്റെ സബ്സെറ്റ് ആവുകയില്ല. അതുകൊണ്ട് എന്തേ വരത്തുള്ളൂ, നോട്ട് സബ്സെറ്റേ വരത്തുള്ളൂ. അതായത് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ട്രയാങ്കിൾ ഇൻ എ പ്ലെയിൻ നോട്ട് സബ്സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ റെക്റ്റാങ്കിൾ ഇൻ ദ പ്ലെയിൻ. കാരണം എന്താണ്, സിൻസ് സെറ്റ്സ് ഓഫ് ട്രയാങ്കിൾസ് നോട്ട് ബിലോങ്സ് ടു സെറ്റ്സ് ഓഫ് റെക്റ്റാങ്കിൾസ്. ഇനി ആറാമത്തെ സബ് ക്വസ്റ്റ്യൻ. സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇക്വിലാറ്റർ ട്രയാങ്കിൾ ഇൻ എ പ്ലെയിൻ ഡാഷ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ട്രയാങ്കിൾ ഇൻ ദ സെയിം പ്ലെയിൻ. ഇവിടെ നോക്കിയേ, എക്സ് എന്ന് പറയുന്നത് ഇക്വിലാറ്റർ ട്രയാങ്കിൾ ആണ് ആദ്യത്തെ സെറ്റിൽ. രണ്ടാമത്തെ സെറ്റിൽ എന്താ പറയുന്നത്, എക്സ് എന്ന് പറയുന്നത് ട്രയാങ്കിൾ ആണ് ആ സെയിം പ്ലെയിനിൽ തന്നെ. അതായത് ഒരു സെയിം പ്ലെയിനിൽ തന്നെയാണ് ആരും ഉള്ളത്, ഇക്വിലാറ്റർ ട്രയാങ്കിളും ഉള്ളത്. ഈ ഇക്വിലാറ്റർ ട്രയാങ്കിൾ എന്ന് പറയുന്നത് നമുക്കറിയാം ട്രയാങ്കിളിൻ്റെ ഒരു വകഭേദമാണ് അല്ലേ. അതായത് എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനെയാണ് നമ്മൾ ഇക്വിലാറ്റർ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വിലാറ്റർ ട്രയാങ്കിൾ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസിൽ ഉൾപ്പെടും. അതായത് ഇക്വിലാറ്റർ ട്രയാങ്കിൾ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസിൻ്റെ ഒരു ചെറിയൊരു സബ്സെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഉത്തരം എന്താണ്, സിൻസ് ഇക്വിലാറ്റർ ട്രയാങ്കിൾ ഈസ് ബിലോങ്സ് ടു ദ സെറ്റ് ഓഫ് ട്രയാങ്കിൾസ് ഇൻ ദ പ്ലെയിൻ. ആ പ്ലെയിനിലെ തന്നെ സെറ്റ് ഓഫ് ട്രയാങ്കിൾസിൽ ഒരു പ്ലെയിനിലെ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് എടുത്താൽ അതിൻ്റെ ഒരു ചെറിയൊരു സബ്സെറ്റായിട്ട് ആര് കാണും, സെറ്റ് ഓഫ് ഇക്വിലാറ്റർ ട്രയാങ്കിൾ കാണും. അതുകൊണ്ട് തന്നെ ഇതൊരു സബ്സെറ്റ് ആണ്. ഇനി ഏഴാമത്തെ സബ് ക്വസ്റ്റ്യൻ. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പർ ഡാഷ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ. എക്സ് എന്ന് പറയുന്നത് ഒരു ഈവൻ നാച്ചുറൽ നമ്പർ ആണ്. ഈവൻ നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2, 4, 6, 8 തുടങ്ങിയ നമ്പേഴ്സിനെയാണ് ഈവൻ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും ചേർന്നതാണ് ഇൻറ്റിജേഴ്സ്. അപ്പോൾ ഈ പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൽ ആരും കാണും, ഈവൻ നാച്ചുറൽ നമ്പേഴ്സും കാണും. അതുകൊണ്ട് തന്നെ സെറ്റ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പർ സബ്സെറ്റ് ഓഫ് സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ആയിരിക്കും. സിൻസ് എവറി ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ബിലോങ്സ് ടു സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ എല്ലാ സബ് ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എക്സാമിൻ വെദർ ദ സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ ഓർ ഫാൾസ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ഓർ ഫാൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. സെറ്റ് ഓഫ് എ ബി നോട്ട് സബ്സെറ്റ് ഓഫ് സെറ്റ് ഓഫ് ബി സി എ. സെറ്റ് ഓഫ് എ ബി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ബി സിയുടെ സബ്സെറ്റ് അല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം ശരിയാണോ തെറ്റാണോ എന്ന്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണല്ലേ. കാരണം എന്താ, എയും രണ്ടാമത്തെ സെറ്റിലുണ്ട്, ബിയും സെറ്റ് ഓഫ് ബി സിയുടെ ഒരു എലമെൻറ്റ് ആണ്. അതായത് എ ബി എലമെൻറ്റ് ഓഫ് സെറ്റ് ഓഫ് ബി സി എ ആണ്. അതുകൊണ്ട് തന്നെ എന്തേ വരത്തുള്ളൂ, സെറ്റ് ഓഫ് എ ബി സബ്സെറ്റ് ഓഫ് ബി സി എന്നേ വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലെ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്താണ്, ഫോൾസ് ആണ്. കാരണം എന്താണ്, എ ബി എലമെൻറ്റ് ഓഫ് സെറ്റ് ഓഫ് ബി സി എ ആണ്. എ ബി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ബി സി എ എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ സെറ്റ് ഓഫ് എ ബി എന്തായിരിക്കും, സബ്സെറ്റ് ഓഫ് സെറ്റ് ഓഫ് ബി സി എ ആയിരിക്കും. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ. സെറ്റ് ഓഫ് എ ഇ സബ്സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവൽ ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അതായത് നോക്കിയാൽ ആദ്യത്തെ സെറ്റിൽ തന്നിരിക്കുന്നത് റോസ്റ്റർ ഫോമിലാണ് അല്ലേ. അതിലെന്താ പറഞ്ഞത്, ആകെ 2 എലമെൻറ്റ്സേ ഉള്ളൂ, എയും ഇയും. രണ്ടാമത്തെ സെറ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവൽ ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസ് നമുക്കറിയാം എ ഇ ഐ ഒ യു. അപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ആര് ഉൾപ്പെടും, എയും ഇയും
ഉൾപ്പെടും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. കാരണം എന്താ, എ ഇ ബിലോങ്സ് ടു ദ സെറ്റ് ഓഫ് ഇംഗ്ലീഷ് വവ്വൽസ് ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ്. എ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവ്വൽസിൽ ബിലോങ്സ് ചെയ്യും. അതുകൊണ്ട് തന്നെ സെറ്റ് ഓഫ് എ ഇ സബ്സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവ്വൽസ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ഇനി മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ, സെറ്റ് ഓഫ് 1 2 3 സബ്സെറ്റ് ഓഫ് സെറ്റ് ഓഫ് 1 3 5. ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും? ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ? ഫോൾസ് ആണല്ലേ. കാരണം എന്താണ്, 1ഉം 3യും രണ്ടാമത്തെ സെറ്റിൽ എലമെൻ്റ് ആയിട്ട് ഉണ്ട്. പക്ഷെ 2 എന്ന് പറയുന്ന എലമെൻറ്റ്, അതായത് ആദ്യത്തെ സെറ്റിലെ 2 എന്ന് പറയുന്ന എലമെൻറ്റ് രണ്ടാമത്തെ സെറ്റിൻ്റെ എലമെൻറ്റ് അല്ല. 2 നോട്ട് എൻ എലമെൻറ്റ് ഓഫ് സെറ്റ് 1 3 5 ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, സെറ്റ് ഓഫ് 1 2 3 നോട്ട് സബ്സെറ്റ് ഓഫ് സെറ്റ് ഓഫ് 1 3 5 ആണ്. ഇവിടെ നോട്ട് സബ്സെറ്റ് എന്നല്ല വരേണ്ടത്, നോട്ട് സബ്സെറ്റ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഫോൾസ് ആണ്. ഇനി നാലാമത്തെ സബ് ക്വസ്റ്റ്യൻ, സെറ്റ് ഓഫ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് ഓഫ് എ ബി സി. സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് എ ബി സിയുടെ സബ്സെറ്റ് ആണല്ലേ. കാരണം എന്താണ്, എ എലമെൻറ്റ് ഓഫ് എ ബി സി ആണ്. അതായത് ഈ സെറ്റ് ഓഫ് എ ബി സിയുടെ ഒരു എലമെൻ്റ് ആണ് എ. അതുകൊണ്ട് തന്നെ സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്, ഈ സെറ്റ് ഓഫ് എ ബി സിയുടെ ഒരു സബ്സെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ഇനി നോക്കാം, നമുക്ക് അഞ്ചാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കാം. സെറ്റ് ഓഫ് എ എലമെൻറ്റ് ഓഫ് സെറ്റ് ഓഫ് എ ബി സി. ഇവിടെ നോക്കിയേ, സെറ്റ് ഓഫ് എ എന്നാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എ മാത്രമേ തന്നിട്ടുള്ളായിരുന്നുവെങ്കിൽ നമുക്ക് പറയാം എ എലമെൻറ്റ് ഓഫ് എ ബി സി എന്ന് പറയാം. പക്ഷേ എയിനെ ഇവിടെ ഒരു പ്രത്യേകം സെറ്റിൻ്റെ അകത്താണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം എ എന്ന് പറയുന്നത്, സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് എ ബി സിയുടെ എന്താണ്, സബ്സെറ്റ് ആണ്. അല്ലാതെ സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത് എ ബി സിയുടെ എലമെൻറ്റ് അല്ല. എ മാത്രമാണെങ്കിൽ നമുക്ക് പറയാം എ എലമെൻറ്റ് ഓഫ് സെറ്റ് ഓഫ് എ ബി സി എന്ന്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഫോൾസ് ആണ്. കാരണം എന്താണ്, സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് എ ബി സിയുടെ ഒരു സബ്സെറ്റ് ആണ്, അല്ലാതെ എലമെൻറ്റ് അല്ല. ഇനി ആറാമത്തെ സബ് ക്വസ്റ്റ്യൻ, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6 സബ്സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ വിച്ച് ഡിവൈഡ്സ് 36. അതായത് ആദ്യത്തെ സെറ്റിൽ എന്താ പറയുന്നത്, എക്സ് എന്ന് പറയുന്നത് ഒരു ഈവൻ നാച്ചുറൽ നമ്പർ ആയിരിക്കണം, ലെസ് ദാൻ 6ഉം ആയിരിക്കണം. ഇതിനെ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സെറ്റ് ഓഫ് 2 4 എന്ന് കിട്ടും. രണ്ടാമത്തെ സെറ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ വിച്ച് ഡിവൈഡ്സ് 36. എക്സ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പറും ആയിരിക്കണം, 36നെ ഡിവൈഡ് ചെയ്യുന്നതും ആയിരിക്കണം. 36നെ ഡിവൈഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സ് ആരൊക്കെയാണ്, സെറ്റ് ഓഫ് 1 2 3 4 6 9 12 18 36 തുടങ്ങിയ ഈ നമ്പേഴ്സാണ് 36നെ ഡിവൈഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ നോക്കിയേ, സെറ്റ് ഓഫ് 2 4 എലമെൻറ്റ്സ് ആരൊക്കെയാണ്, 2ഉം 4ഉം. ഈ 2ഉം 4 എലമെൻറ്റ്സും എവിടെയും ഉണ്ട്, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ വിച്ച് ഡിവൈഡ്സ് 36 എന്ന് പറയുന്ന ഈ സെറ്റിലും ഉണ്ട്. കണ്ടോ, 2ഉം 4ഉം ഈ സെറ്റിലും ബിലോങ് ആണ്. അതായത് ഇതിലും ഉള്ള സെയിം എലമെൻ്റ് ആണ്. അതായത് ഫസ്റ്റ് സെറ്റിലും 2 4 ഉണ്ട്, രണ്ടാമത്തെ സെറ്റിലും 2 4 എന്ന് പറയുന്ന എലമെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, സെറ്റ് ഓഫ് 2 4 സബ്സെറ്റ് ഓഫ് സെറ്റ് ഓഫ് 1 2 3 4 6 9 12 18 36. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ഇനി മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ അല്ല, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് 1 2 സെറ്റ് ഓഫ് 3 4 5. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇൻകറക്റ്റ് ആൻഡ് വൈ. ഈ സെറ്റിൻ്റെ പ്രത്യേകത നോക്കിക്കേ, ഇതിൻ്റെ എലമെൻസിൻ്റെ പ്രത്യേകത എന്താണ്, 1 2 പിന്നെ 3ഉം 4ഉം കൊടുത്തിരിക്കുന്ന ഒരു സെറ്റിലാണ്. അതായത് ഇവിടെ സെറ്റ് ഓഫ് 3 4 ആണ് എയുടെ എലമെൻറ്റ്, അല്ലാതെ 3ഉം 4ഉം അല്ല. 3ഉം 4നെ ഒരു പ്രത്യേകം സെറ്റിനുള്ളിലാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സെറ്റ് ഓഫ് 3 4 ആണ് എയുടെ എലമെൻറ്റ്. 3ഉം 4ഉം പ്രത്യേകം എയുടെ എലമെൻറ്റ് ആകുന്നില്ല. അവരെ ജോയിൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവരെ കമ്പൈൻ ചെയ്തിരിക്കുന്ന ആ ഹോൾ സെറ്റിന്, അതായത് സെറ്റ് ഓഫ് 3 4 ആണ്. സെറ്റ് ഓഫ് 3 4 എന്ന് പറയുന്നതാണ് എയുടെ എലമെൻറ്റ്. പിന്നെയുള്ളത് 5. അങ്ങനെ എത്ര എലമെൻറ്റ്സ് ഉണ്ട് എയിൽ, 1 2 3 4 ആകെ 4 എലമെൻറ്റ്സേ ഉള്ളൂ. സെറ്റ് എ എന്ന് പറയുന്ന സെറ്റിലാകെ 4 എലമെൻറ്റ്സേ ഉള്ളൂ.
അതിൽ 3യും 4നെ ഒരു പ്രത്യേകം സെറ്റാക്കിയാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ സെറ്റ് ഓഫ് 3, 4 എന്ന് പറയുന്നത് എയുടെ ഒരു എലമെൻറ്റ് ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇൻകറക്റ്റ് ആൻഡ് വൈ? കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് താഴ്ത്ത് തന്നിട്ടുണ്ട്. അതിലുള്ള ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്, അതിൻ്റെ കാരണം എന്താണ്, അവർ എന്തുകൊണ്ടാണ് ഇൻകറക്റ്റ് ആയത്, തെറ്റായത് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യണം. നമുക്ക് ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കാം. സെറ്റ് ഓഫ് 3, 4 സബ്സെറ്റ് എ. നമുക്കറിയാം സെറ്റ് ഓഫ് 3, 4 എന്ന് പറയുന്നത് എയുടെ ഒരു എലമെൻ്റ് ആണ്, സബ്സെറ്റ് അല്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇൻകറക്റ്റ് ആണ്. കാരണം എന്താണ്? 3 നോട്ട് എൻ എലമെൻറ്റ് എ. 3 ഒരിക്കലും എയുടെ എലമെൻ്റ് അല്ല, 4ഉം എയുടെ എലമെൻ്റ് അല്ല. പക്ഷേ എന്താണ്? സെറ്റ് ഓഫ് 3, 4 എലമെൻറ്റ് എ ആണ്. സെറ്റ് ഓഫ് 3, 4 എന്ന് പറയുന്നത് എയുടെ എലമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സെറ്റ് ഓഫ് 3, 4 നോട്ട് സബ്സെറ്റ് എ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഇൻകറക്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 1 എലമെൻറ്റ് എ കറക്റ്റ് ആണ് അല്ലേ? കാരണം എന്താ? 1 എന്ന് പറയുന്ന എയുടെ എലമെൻ്റ് ആണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സെറ്റ് 3, 4 സബ്സെറ്റ് എ കറക്റ്റ് ആണല്ലേ? കാരണം എന്താ? സെറ്റ് ഓഫ് 3, 4 എന്ന് പറയുമ്പോൾ എന്താ അവിടെ പറയുന്നത്? പ്രത്യേകം സെറ്റ് ഓഫ് 3, 4നും ഒരു സെറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സബ്സെറ്റായിട്ട് മാറി. കാരണം എന്താ? സെറ്റ് ഓഫ് 3, 4 എന്ന് പറയുന്നത് എയുടെ എലമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സെറ്റ് ഓഫ് 3, 4 എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റാണ്. സെറ്റ് ഓഫ് 3, 4 എന്ന് പറയുന്നത് എയുടെ എലമെൻറ്റും ആണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇനി സെറ്റ് ഓഫ് 3, 4 എലമെൻറ്റ് എ. സെറ്റ് ഓഫ് 3, 4 എന്ന് പറയുന്നത് എലമെൻറ്റ് എ എന്ന് പറയുന്ന എലമെൻറ്റ് എ ആണെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഇതിലും എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. കാരണം എന്താ? സെറ്റ് ഓഫ് 3, 4 എന്ന് പറയുന്നത് എയുടെ എലമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇനി അഞ്ചാമത്തെ സബ് ക്വസ്റ്റ്യൻ, 1 സബ്സെറ്റ് എ ഇൻകറക്റ്റ് ആണല്ലേ? ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. കാരണം എന്താണ്? 1 എന്ന് പറയുന്നത് എയുടെ എലമെൻ്റ് ആണ്. സെറ്റ് ഓഫ് 1 എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പറയാം ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആയേനെ. പക്ഷേ ഇവിടെ 1ന് കേളി ബ്രാക്കറ്റ് ഇട്ടിട്ടില്ല, അല്ലാതെ 1 എന്ന് മാത്രമേ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 1 സബ്സെറ്റ് എ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ശരിയാകത്തില്ല, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. കാരണം നമുക്കറിയാം 1 എന്ന് പറയുന്നത് എയുടെ ഒരു എലമെൻറ്റ് മാത്രമാണ്. ഇനി ആറാമത്തെ സബ് ക്വസ്റ്റ്യൻ, സെറ്റ് ഓഫ് 1, 2, 3, 5 സബ്സെറ്റ് എ. സെറ്റ് ഓഫ് 1, 2, 5 എന്ന് പറയുന്ന ഒരു സെറ്റ് 1, 2, 3, 5 എന്ന് പറയുന്ന ഒരു സെറ്റ്, അത് എയുടെ സബ്സെറ്റ് ആണെന്ന് കറക്റ്റാണ് സ്റ്റേറ്റ്മെൻറ്റ്. കാരണം എന്താണ്? 1ഉം എയുടെ എലമെൻ്റ് ആണ്, 2ഉം എയുടെ എലമെൻ്റ് ആണ്, 5ഉം എയുടെ എലമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സെറ്റ് ഓഫ് 1, 2, 5 എന്ന് പറയുന്നത് എയുടെ ഒരു ചെറിയൊരു സബ്സെറ്റാണ്. ഇനി നമുക്ക് ഏഴാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കാം. സെറ്റ് ഓഫ് 1, 2, 5 എലമെൻറ്റ് എ. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. കാരണം എന്താ? സെറ്റ് ഓഫ് 1, 2, 5 എന്ന് പറയുന്നത് എയുടെ എലമെൻ്റ് അല്ലെന്ന് നമുക്കറിയാം. പകരം ഇതെന്താണ്? എയുടെ ഒരു സബ്സെറ്റ് മാത്രമാണ്. സെറ്റ് ഓഫ് 1, 2, 5 ഒരിക്കലും എയുടെ എലമെൻറ്റ് ആകുന്നില്ല. പ്രത്യേകം എടുത്താൽ നമുക്കറിയാം 1 എയുടെ എലമെൻ്റ് ആണ്, 2 എയുടെ എലമെൻ്റ് ആണ്, 5 എയുടെ എലമെൻ്റ് ആണ്. അല്ലാതെ സെറ്റ് ഓഫ് 1, 2, 5 എന്ന് പറയുന്നത് എയുടെ എലമെൻ്റ് അല്ല, എയുടെ ഒരു സബ്സെറ്റ് ആണ്. ഇനി എട്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, സെറ്റ് ഓഫ് 1, 2, 3 സബ്സെറ്റ് എ. സെറ്റ് ഓഫ് 1, 2, 3 എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണോ? അല്ല. കാരണം എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. കാരണം 3 നോട്ട് എൻ എലമെൻറ്റ് എ ആണ്. 3 എന്ന് പറയുന്നത് എയുടെ എലമെൻ്റ് അല്ല. നമുക്കറിയാം 3യും 4ഉം സെറ്റിനുള്ളിലാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ സെറ്റ് ഓഫ് 3, 4 ആണ് എയുടെ എലമെൻറ്റ്. പ്രത്യേകം 3യും 4ഉം ഒരിക്കലും എയുടെ എലമെൻറ്റ് ഈ സെറ്റിൽ ആകുന്നില്ല. ഹെൻസ് സെറ്റ് ഓഫ് 1, 2, 3 ഈസ് നോട്ട് എൻ എലമെൻറ്റ്, നോട്ട് സബ്സെറ്റ് ഓഫ് എ. സെറ്റ് ഓഫ് 1, 2, 3 ഈസ് നോട്ട് സബ്സെറ്റ് ഓഫ് എ. ഇനി 9ാമത്തെ സബ് ക്വസ്റ്റ്യൻ, 5 എലമെൻറ്റ് എ. നമുക്കറിയാം ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. കാരണം 5 ഒരിക്കലും എലമെൻറ്റ് ആണെന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. നമുക്കറിയാം 5 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഈ സെറ്റിൽ പറഞ്ഞിട്ടില്ല. 5 എന്ന് പറയുന്നത് എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റ് ആണ്, അല്ലാതെ 5 ഒരിക്കലും എലമെൻ്റ് ആകുന്നില്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഇനി 10ാമത്തെ സബ് ക്വസ്റ്റ്യൻ, 5 സബ്സെറ്റ് എ കറക്റ്റ് ആണ്. കാരണം എന്താ? എം ടി സെറ്റ് ഈസ് സബ്സെറ്റ് ഓഫ് എവറി സെറ്റ്. എം ടി സെറ്റ് എന്ന് പറയുന്നത് എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റ് ആണ്. 11ാമത്തെ സബ് ക്വസ്റ്റ്യൻ, സെറ്റ് ഓഫ് 5 സബ്സെറ്റ് എ. ഇവിടെ സെറ്റിനുള്ളിൽ 5 നൽകിയിരിക്കുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. കാരണം നമുക്കറിയാം സെറ്റിനുള്ളിൽ ഒരു എലമെൻറ്റ് നൽകിയിട്ട് അത് സബ്സെറ്റ് ആണെന്ന് പറയുമെങ്കിൽ ഈ എലമെൻറ്റ് എന്തിൽ കാണണം?
ആ സെറ്റിൽ കാണണം. നമുക്കറിയാം 5 എന്ന് പറയുന്നത് എയുടെ എലമെൻറ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. 5 നോട്ട് ആൻ എലമെൻറ്റ് എ ആണ്. അതുകൊണ്ട് തന്നെ സെറ്റ് ഓഫ് 5 ഒരിക്കലും എയുടെ സബ്സെറ്റ് ആകുന്നില്ല. 5 മാത്രമാണ് തന്നിരിക്കണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 5 എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണെന്ന് പറയാൻ പറ്റും. പക്ഷേ 5നെ ഒരു സെറ്റിനുള്ളിൽ പറയുമ്പോൾ 5 എന്തായിരിക്കണം? എയുടെ എലമെൻ്റ് ആയിരിക്കണം. ഈ സെറ്റിൽ 5 ഒരു എലമെൻറ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഡൗൺ ഓൾ ദി സബ്സെറ്റ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്. കുറച്ച് സെറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ എത്ര സബ്സെറ്റ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം തന്നെ തന്നിരിക്കുന്നത് സെറ്റ് ഓഫ് എ. ഇതൊരു സിംഗിൾട്ടൺ സെറ്റാണ് അല്ലേ? ആകെ ഒരു എലമെൻറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്പർ ഓഫ് സബ്സെറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2n ആണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ ആകെ ഒരു എലമെൻറ്റേ ഉള്ളൂ. അപ്പോൾ ഇതിന് എന്ത് വാല്യൂ വരും? 1 വരും. അപ്പോൾ 2 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 സബ്സെറ്റാണ് സെറ്റ് ഓഫ് എക്ക് ഉള്ളത്. ആരൊക്കെയാണ്? 5ഉം സെറ്റ് ഓഫ് എ തന്നെ, അതായത് ദ സെറ്റ് ഇറ്റ് സെൽഫ്. അപ്പോൾ 5ഉം സെറ്റ് ഓഫ് എയുമാണ് എയുടെ സബ്സെറ്റുകൾ. ഇനി 2ാമത്തെ സബ് ക്വസ്റ്റ്യൻ സെറ്റ് ഓഫ് എ ബി. ഇക്വേഷനിൽ എന്നിന് എത്ര വാല്യൂ ഉണ്ട്? എന്നിന് എത്ര വാല്യൂ വരും? എന്നിൻ്റെ വാല്യൂ 2 വരും. അതായത് 2 എന്ന് വരും, ഈക്വൽ ടു 4 വരും. അപ്പോൾ 4 സബ്സെറ്റുകളാണ് ഉള്ളത്. സെറ്റ് ഓഫ് എ ബിക്ക് 4 സബ്സെറ്റുകൾ ഉണ്ട്. ആരൊക്കെയാണ്? 5, സെറ്റ് ഓഫ് എ, സെറ്റ് ഓഫ് ബി, സെറ്റ് ഓഫ് എ ബി. ഇനി സെറ്റ് ഓഫ് 1, 2, 3. ഈ സെറ്റിൽ 3 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എന്നിന് 3 വാല്യൂ വരും. അതായത് എന്നിൻ്റെ വാല്യൂ 3 ആകും. അപ്പോൾ 2 എന്ന് പറയുന്നത് 8. 2 ഈക്വൽ ടു 8. അപ്പോൾ 8 സബ്സെറ്റ് വരും. ഈ സെറ്റിന് 8 സബ്സെറ്റുകൾ കാണും. ആരൊക്കെയാണ്? 5, സെറ്റ് ഓഫ് 1, സെറ്റ് ഓഫ് 2, സെറ്റ് ഓഫ് 3, സെറ്റ് ഓഫ് 1, 2, സെറ്റ് ഓഫ് 1, 3, സെറ്റ് ഓഫ് 2, 3, സെറ്റ് ഓഫ് 1, 2, 3. ഇനി 4ാമത്തെ സബ് ക്വസ്റ്റ്യൻ 5. 5യുടെ സബ്സെറ്റ് ആരെയാണ്? 5 തന്നെയാണ്. ദ സെറ്റ് ഇറ്റ് സെൽഫ്. അപ്പോൾ 5 എന്ന് പറയുന്ന സെറ്റിൻ്റെ സബ്സെറ്റ് 5 തന്നെയാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൗ മെനി എലമെൻറ്റ് ഹാസ് പി ഓഫ് എ? പി ഓഫ് എക്ക് എത്ര എലമെൻ്റ് ഉണ്ട്? ഇഫ് എ ഈക്വൽ ടു 5. എ ഈക്വൽ ടു 5 ആണെങ്കിൽ പി ഓഫ് എ എന്തായിരിക്കും? പി ഓഫ് എക്ക് എത്ര എലമെൻറ്റ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. പി ഓഫ് എ നമുക്കറിയാം പവർ സെറ്റ്. പവർ സെറ്റ് എന്തായിരുന്നു? ദ കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ് ഇൻ എ സെറ്റ്. അതായത് നമ്മൾ ഒരു സെറ്റിൻ്റെ സബ്സെറ്റുകളെ എല്ലാം മറ്റൊരു സെറ്റിനുള്ളിലാക്കി എഴുതുന്നതിനെയാണ് നമ്മൾ പവർ സെറ്റ് എന്ന് വിളിച്ചത്. ഇവിടെ തന്നിരിക്കുന്ന സെറ്റ് എന്താണ്? എ ഈക്വൽ ടു 5 ആണ്. അതായത് എ എന്ന് പറയുന്ന സെറ്റ് അതിൽ ആകെ ഒരു എലമെൻറ്റേ ഉള്ളൂ, അത് 5 ആണ്. 5 നമുക്കറിയാം എം ടി സെറ്റ് ആണ്. അപ്പോൾ എന്തായിരിക്കും ആൻസർ വരുന്നത്? വെൻ എ ഈക്വൽ ടു 5. എ ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ നമുക്കറിയാം എ ഹാസ് നോ എലമെൻറ്റ്. എക്ക് ഒരു എലമെൻറ്റും ഇല്ല. അതുകൊണ്ട് തന്നെ എ എന്താണ്? എ ഈസ് എ എം ടി സെറ്റ്. സബ്സെറ്റ് ഓഫ് എ എന്തായിരിക്കും? അപ്പോൾ 5 ആണ്. ഇപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് അതിന് ആകെ ഒരു എലമെൻറ്റേ ഉള്ളൂ 5. സബ്സെറ്റ് ഓഫ് 5 നമുക്കറിയാം 5 തന്നെ ആണ്. അപ്പോൾ പി ഓഫ് എ എന്ത് വരും? പി ഓഫ് എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് 5 വരും. അതായത് ഒരു സെറ്റ് തന്നിരിക്കുന്നു, അതിൻ്റെ എലമെൻസിനെ സെറ്റിനുള്ളിലാക്കി എഴുതുന്നതിനെയാണ് നമ്മൾ പവർ സെറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പി ഓഫ് എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് 5 വരും. ദെയർഫോർ പി ഓഫ് എ ഹാസ് ഓൺലി 1 എലമെൻറ്റ്. അതുകൊണ്ട് തന്നെ പി ഓഫ് എക്ക് ആകെ എത്ര എലമെൻറ്റേ ഉള്ളൂ? ഒരു എലമെൻറ്റേ ഉള്ളൂ. ആരാണത്? 5. 6ഉം 7ഉം ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ വീഡിയോയിൽ എക്സാമ്പിളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് യൂണിവേഴ്സൽ സെറ്റ് വുഡ് യു പ്രപ്പോസ് ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ്? അതായത് 2 സബ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിന് നിങ്ങൾ എന്ത് യൂണിവേഴ്സൽ സെറ്റ് കൊടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യൂണിവേഴ്സൽ സെറ്റാണ് എന്താണെന്ന് നമുക്കറിയാം. ദ സൂപ്പർ സെറ്റ് ഈസ് കോൾഡ് യൂണിവേഴ്സൽ സെറ്റ്. സൂപ്പർ സെറ്റിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് വിളിച്ചത്. അപ്പോൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സെറ്റ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾസിൽ നമ്മൾ എന്ത് യൂണിവേഴ്സൽ സെറ്റിൽ അതിനെ ഉൾക്കൊള്ളിക്കും? ദ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസിന് അതിനെ ഉൾക്കൊള്ളിക്കാം. ദ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ ട്രയാങ്കിൾസ് വരും? ഇക്വലാറ്റർ ട്രയാങ്കിൾസ് വരും, റൈറ്റ് ട്രയാങ്കിൾസ് വരും, ഐസോസ്ലസ് ട്രയാങ്കിൾസ് വരും. അങ്ങനെ എല്ലാ ട്രയാങ്കിൾസും സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസിൽ വരും. അപ്പോൾ സെറ്റ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾസിന് കൊടുക്കാൻ പറ്റിയ യൂണിവേഴ്സൽ സെറ്റ് ഏതാണ്? സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ്. 2ാമത്തെ സബ് ക്വസ്റ്റ്യൻ സെറ്റ് ഓഫ് ഐസോസ്ലസ് ട്രയാങ്കിൾ.
ദ സെറ്റ് ഓഫ് ഐസോസെലസ് ട്രയാങ്കിളിന് നമ്മൾക്ക് ഏത് യൂണിവേഴ്സൽ സെറ്റ് കൊടുക്കാം? ദ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് കൊടുക്കാം. സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് എന്ന് പറയുമ്പോൾ എല്ലാ ട്രയാങ്കിൾസും ആ സെറ്റിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു യൂണിവേഴ്സൽ സെറ്റ് ആണ്. ഇനി 9ാമത്തെ സബ് ക്വസ്റ്റ്യൻ. ഗിവൺ ദ സെറ്റ് എ ഈക്വൽ ടു 1 3 5, ബി ഈക്വൽ ടു 2 4 6, സി ഈക്വൽ ടു 0 2 4 6 8. വിച്ച് ഓഫ് ദ ഫോളോയിങ് മേ ബി കൺസിഡേർഡ് ആസ് ദ സെറ്റ്സ് ഫോർ ഓൾ 3 സെറ്റ്സ് എ ബി ആൻഡ് സി? അതായത് 3 സെറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്, എയും ബിയും സിയും. ഈ എയും ബിയും സിയും ഉൾക്കൊള്ളുന്ന യൂണിവേഴ്സൽ സെറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എയ്ക്കും ബിക്കും സിയും കൂടി സിയും എയും ബിയും സിയും സബ്സെറ്റായിട്ട് വരുന്ന യൂണിവേഴ്സൽ സെറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എക്സാമ്പിൾസ് ഉണ്ട്. ഫസ്റ്റ് എക്സാമ്പിളിൽ കൊടുത്തിരിക്കുന്ന എലമെൻറ്റ്സ് ആരൊക്കെയാണ്? 0 1 2 3 4 5 6. ഇത് യൂണിവേഴ്സൽ സെറ്റ് ആകുമോ? ഇല്ല. കാരണം എന്താണ്? ഇതിൽ 8 എന്ന് പറയുന്ന എലമെൻറ്റ് ഇല്ല. അതായത് സിയിൽ 8 ഉണ്ട്, പക്ഷേ ഈ ഫസ്റ്റ് എക്സാമ്പിളിൽ 8 ഇല്ല. അതുകൊണ്ട് തന്നെ സി ഒരിക്കലും ഈ സെറ്റിൻ്റെ സബ്സെറ്റ് ആകത്തില്ല. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ എക്സാമ്പിളിൽ 5 മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ അതും ഈ 3 സെറ്റുകളും ഉൾക്കൊള്ളുന്ന യൂണിവേഴ്സൽ സെറ്റ് ആകുന്നില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കിക്കേ. സെറ്റ് ഓഫ് 0 1 2 3 4 5 6 7 8 9 10. ഇതിൽ എല്ലാ എലമെൻസും വരുന്നുണ്ടല്ലേ? അതായത് 0 മുതൽ 10 വരെയുള്ള എല്ലാ എലമെൻസും വരുന്നുണ്ട്. അപ്പോൾ ഇതെന്തായിട്ട് വരുന്നുണ്ട്? ഈ 3 സെറ്റുകളുടെയും യൂണിവേഴ്സൽ സെറ്റായിട്ട് വരുന്നുണ്ട്. നാലാമത്തെ എക്സാമ്പിളോട് നമുക്ക് നോക്കിയേക്കാം. സെറ്റ് ഓഫ് 1 2 3 4 5 6 7 8. ഇതിലെന്താണ് മിസ്സിങ്? 0 ഇല്ല. നമുക്കറിയാം 0 എന്ന് പറയുന്നത് സിയുടെ എലമെൻ്റ് ആണ്. അപ്പോൾ സി ഈ നാലാമത്തെ എക്സാമ്പിളിൻ്റെ സബ്സെറ്റായിട്ട് വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? സെറ്റ് ഓഫ് 0 1 2 3 4 5 6 7 8 9 10 എന്ന് തുടങ്ങിയ ഈ സെറ്റാണ് ഈ 3 സെറ്റുകളുടെയും യൂണിവേഴ്സൽ സെറ്റായിട്ട് വരുന്നത്. കാരണം എന്താണ്? സിൻസ് ഓൾ ദ എലമെൻറ്റ് ഇൻ എ ബി ആൻഡ് സി ആർ കണ്ടെയ്ൻഡ് ഇൻ ദിസ് സെറ്റ്. എയുടെയും ബിയിലെയും സിയിലെയും എല്ലാ എലമെൻസും ഈ സെറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സെറ്റാണ് ഈ 3 സെറ്റുകളുടെയും യൂണിവേഴ്സൽ സെറ്റായിട്ട് വരുന്നത്. താങ്ക് യു.